FCRA ബിൽ ചർച്ചയ്ക്കെടുക്കാത്തത് ബി.ജെ.പി. സംസ്ഥാന ഘടകം ആശങ്ക നീക്കണമെന്നാവശ്യപ്പെട്ട് നീക്കം നടത്തിയതുകൊണ്ടാണെന്ന അവകാശവാദവുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആശങ്കകൾ അകറ്റിയിട്ടേ FCRA ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകൂ. ക്രൈസ്തവ സഭകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഇനിയിപ്പോ പാസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഈ സർക്കാർ പാസ് ചെയ്യില്ല, നരേന്ദ്രമോദിജി സർക്കാർ. അതെല്ലാം ആ ആശങ്ക ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ ബില്ല് പാസ് ചെയ്യുള്ളൂ. ഒരു ഡെലിബറേറ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യല്ലേ, എങ്ങനെയെങ്കിലും ഈ വികസനം എന്ന ഒരു ഇഷ്യൂ ശ്രദ്ധ തിരിക്കാൻ. അപ്പോ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു, ഇത് പാസ് ചെയ്യണ്ട, ഇപ്പൊ പാസ് ചെയ്തിട്ട് കാര്യമില്ല, ഇവരിങ്ങനെ ഒരു പ്രചരണം നടത്തും, ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിയിട്ട് പിന്നെ പാസ് ചെയ്യാം. അപ്പോൾ ഗവൺമെന്റ് സമ്മതിച്ചു. അതേസമയം നിയമമണ്ഡലത്തിലെ വികസന സംവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ഒഴിഞ്ഞുമാറി. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. അലക്സ്, ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇത്തരമൊരു നിയമ ഭേദഗതി അത് ക്രൈസ്തവ സഭകൾക്ക് വലിയ ആശങ്കയുണ്ടാവും, അത് തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ തിരിച്ചടി ആയേക്കുമെന്നുള്ളൊരു കാര്യം കൂടി കണക്കിലെടുത്താവില്ലേ ഇത്തരത്തിലുള്ള ഒരു BJP ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുക? അമല, നിസ്സംശയം പറയാം, സംസ്ഥാനത്ത് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ അതിന് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ കൂടി പിന്തുണ വേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ കുറെ കാലമായി BJP സംസ്ഥാന നേതൃത്വം പറയുകയും അവരുടെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പല ഘട്ടങ്ങളിലായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് BJP. പക്ഷേ അതിലെല്ലാം അല്ലെങ്കിൽ ആ നടപടികൾ മുന്നോട്ട് പോകവെയാണ് ഇത്തരത്തിൽ FCRA ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ വിദേശ സംഭാവന നിയന്ത്രണ ബിൽ പാസ്സാക്കിയാൽ അത് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ BJPക്ക് അത് എതിരായി മാറും എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. സമ്പൂർണ്ണമായി അത് തെരഞ്ഞെടുപ്പ് ഉദ്ദേശം മുന്നിൽ കണ്ടു തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നിപ്പോൾ അവകാശപ്പെടുന്നത്. ഈ ബിൽ ഇന്നിപ്പോൾ പരിഗണിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ ആവശ്യം മുൻനിർത്തിയാണെന്ന് സംസ്ഥാന BJP ഘടകം അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് FCRAയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകൾക്ക് ആശങ്കകളുണ്ട്. അത്തരം ആശങ്കകൾ തന്നോടും പല സഭാ മേലധ്യക്ഷന്മാരും പങ്കുവച്ചിട്ടുണ്ട്. ആ ആശങ്കകൾ കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. അതല്ലാതെ മോദി സർക്കാർ ഈ ബില്ല് പാസ്സാക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ ആശങ്കകൾ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ട്. അതിനു പ്രകാരം കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കും, അവരുടെ ആശങ്കകൾ കേൾക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത് കോൺഗ്രസും CPIM-ഉം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം ചർച്ചാ വിഷയമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം തന്നെയാണ് സംസ്ഥാന BJP നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടായത്. അവർ അവകാശപ്പെടുന്നത് FCRA ബിൽ ഇന്നിപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ ഇടപെടൽ കൊണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നേമത്തെ കാര്യം അമൽ സൂചിപ്പിച്ചതാണ്. നേമത്തെ സംവാദ വിവാദം അത് മന്ത്രി V. ശിവൻകുട്ടി സമയവും തീയതിയും കുറിച്ച് ഈ നേമത്ത് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ ആ സമയം അത് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന ദിവസമാണ്, മറ്റൊരു ദിവസം താൻ തീരുമാനിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത്തരം ചോദ്യങ്ങളിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. SDPI-യുമായി ബന്ധപ്പെട്ട ഡീലടക്കം നേമത്തുണ്ട് എന്ന ആരോപണവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അമൽ, ശരി, അലക്സ് റാം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.